ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ മാങ്ങ അരിഞ്ഞെടുക്കുന്ന സമയം മാത്രം മതി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വെളുത്തുള്ളി അരിയണ്ട, ഇഞ്ചി വേണ്ട, പച്ചമുളക് ഇതൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. പക്ഷേ ഇത് അധികം ദിവസമൊന്നും കേടാവാണ്ടിരിക്കില്ല, ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ, നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്, ചൂടാക്കി ഇടുക. അപ്പോൾ ഇത് 2 കപ്പ് മാങ്ങയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു വലിയ മാങ്ങയായിരുന്നു, അത് അങ്ങനെ തന്നെ അരിഞ്ഞു, തൊണ്ടോട് കൂടിയിട്ടാണ് അരിഞ്ഞത്. ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം തുടച്ച് കളയുക, എന്നിട്ട് തൊണ്ടോട് കൂടി തന്നെ അരിഞ്ഞെടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 3-4 ഉണക്കമുളകിനെ ഒന്ന് കഷ്ണിച്ചിട്ട് ഇട്ട് കൊടുക്കണം. കറിവേപ്പില വേണമെന്നുള്ളവർ കറിവേപ്പില ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇതൊന്നും ചേർക്കണില്ല അതിനകത്തേക്ക്. കടുക് പൊട്ടി കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കായവും ഉലുവപ്പൊടി ഇപ്പോൾ 2 കപ്പിന് ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ഉലുവപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കൈപ്രസ് ഉണ്ടാവും, അപ്പോൾ 1 ടീസ്പൂണിൽ കൂടണ്ട. കായം പൊടിയായിട്ടാണ് ചേർക്കണമെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ 2 പീസ് കായത്തിൻ്റെ കഷ്ണമായിട്ട് അത് അതിനകത്ത് അങ്ങോട്ട് അരിഞ്ഞ് പൊക്കോളും. ഈ കായവും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷമായിട്ടാണ് വേണ്ടത്. പിന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അതിൽ 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഇതിനകത്തേക്ക് ഞാൻ വേറെ പച്ചമുളകോ സാധനങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതും കൂടി ചേർത്തിട്ട് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് പൊടിയിൽ വ്യത്യാസം വരുത്തിക്കോളൂ കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം, അത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യണം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ വെള്ളം ഞാൻ തിളപ്പിച്ച് ചൂടാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 4 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. ഇനി നമുക്ക് തീ ഒന്ന് കത്തിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ തിളയ്ക്കും, കാരണം നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്നതാണ്. അടി കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം മാങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിൻ്റെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ആ പുളീനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടുള്ളൂ. 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തോളൂ. നല്ല മധുരം, ചിലവർക്ക് നല്ല ഒരു മധുരമുള്ളൊരു അച്ചാർ ഇഷ്ടമുണ്ടാവും, അങ്ങനെയുള്ളൊരു 1-1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ. ഇനി ഇതിനെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഗ്രേവി ഈ രീതിയിലേ ഇരിക്കുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഒരു 1/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഗ്രേവി ടൈപ്പിൽ ആ മസാലേനെ തിളപ്പിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് മാങ്ങ ചേർത്താൽ മതി. മാങ്ങ ചേർത്തിട്ട് പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇത് കുറേ ദിവസമൊന്നും അങ്ങനെ കേടാവാണ്ടിരിക്കണ ഒരു അച്ചാറല്ല. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട വരും. 2-3 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ പുറത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.